ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ബന്ധപ്പെടുന്നതിനിടയ്ക്ക് സ്ത്രീയും പുരുഷനും പ്രയോഗിക്കേണ്ട ചില ട്രിക്കുകളെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം കേട്ടോ. നമ്മളൊരു മോഡേൺ ലൈഫ് സ്റ്റൈൽ നോക്കുവാണെങ്കിൽ നമ്മൾ എന്ത് കാര്യത്തിലും ട്രിക്ക് പ്രയോഗിച്ചാണ് ചെയ്യുന്നത്. ഏത് ജോലിയാണെങ്കിലും ആക്ടിവിറ്റി ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ട്രിക്കെന്ന് ഞാനിവിടെ ഉദ്ദേശിച്ച് മനസ്സിലായോ എന്താണെന്ന്? നമ്മൾ ഏത് പ്രവൃത്തി ചെയ്താലും അതിനെ ഈസി ആക്കാനായിട്ട്, കുറച്ചുകൂടെ ഭംഗിയാക്കാനായിട്ട്, വേഗത്തിലാക്കാനായിട്ട് ഒക്കെ ഉപകരിക്കുന്ന ചില കാര്യങ്ങൾ. ഇപ്പോൾ എല്ലാ മെഷീനറിയും ഒരു ട്രിക്കാണ്, അതിൻ്റെ പിന്നിലൊരു സയൻസ് ഉണ്ട്. അതുപോലെ ഏത് കാര്യം ചെയ്യുന്നതിനകത്തും ട്രിക്ക് പ്രയോഗിച്ചാൽ അത് കുറച്ചുകൂടെ ഈസി ആക്കാൻ പറ്റും, നന്നായിട്ട് ചെയ്യാൻ പറ്റും. മിക്കവാറും എല്ലാ പുരുഷന്മാർക്കും ആഗ്രഹമുണ്ട് നല്ലൊരു കളിക്കാരനാകണമെന്ന്, ശരിയല്ലേ? എന്നുവെച്ചാൽ കുറച്ച് സമയമൊക്കെ എടുത്ത് നന്നായിട്ട് ആസ്വദിച്ച് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ സാഹചര്യവശാൽ പലർക്കും അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പം സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീ നടന്നു പോയാൽ എല്ലാ പുരുഷന്മാരും നോക്കി ആസ്വദിക്കത്തില്ലേ? ഇപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ നിതംബം അവർക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റുമോ? അനുഭവിച്ചറിയാം, എന്നാൽ കണ്ട് ആസ്വദിക്കാൻ ഒക്കില്ല. അത് കാഴ്ചക്കാർക്ക് മാത്രമേ പറ്റൂ, പ്രത്യേകിച്ചും പുരുഷന്മാർക്ക്. യഥാർത്ഥത്തിൽ നമ്മുടെ സൗന്ദര്യം ആസ്വദിക്കുന്ന മറ്റുള്ളവരാ, അവരുടെ കണ്ണിലാണ് നമ്മുടെ സൗന്ദര്യം. ആക്ച്വലി ഈ സൗന്ദര്യ ആസ്വാദനം എന്ന് പറയുന്നതും ഒരു കഴിവാണ് കേട്ടോ, അത് എല്ലാവർക്കും ഇല്ല. അതിനകത്തും ചില ട്രിക്കുണ്ട്. ഇപ്പം നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിനൊത്തിരി ട്രിക്ക് പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സയൻസാണ്. ലൈംഗികതയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. യഥാർത്ഥത്തിൽ അവിടെ ഒരു സയൻസ് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ചില ജോലികൾ ചെയ്യുമ്പം നമുക്കത് വളരെ പ്രയാസകരമായിട്ട് തോന്നുന്നതും വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നതും നമുക്കതിനകത്ത് പ്രയോഗിക്കേണ്ട ചില ട്രിക്കുകൾ പ്രയോഗിക്കാത്തതുകൊണ്ടാണ്. ഇവിടെ പുരുഷനും സ്ത്രീക്കും പ്രത്യേകം ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കളിക്കുന്ന സമയത്ത് നമുക്കൊരു ഈസിനെസ് തോന്നിയെങ്കിലേ നമുക്കത് ആസ്വദിക്കാൻ പറ്റൂ, വീണ്ടും അങ്ങനെ ചെയ്യാൻ തോന്നും. ഇപ്പം വണ്ടി ഓടിക്കാൻ നന്നായിട്ട് അറിയുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്ക് പാട്ടൊക്കെ കേട്ട് റിലാക്സ് ചെയ്ത് അവർ ഓടിക്കുന്നു. കാരണം അവർക്കതിനകത്തൊരു ഈസിനെസ് കണ്ടെത്തുന്നു. അതേസമയം വണ്ടി ഓടിക്കാൻ പഠിച്ചു വരുന്നവരെ സംബന്ധിച്ച് അത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം ലൈംഗികതയിൽ നമ്മൾ ഓരോരുത്തരുടെ ശരീരപ്രകൃതത്തിനനുസരിച്ച് രീതികളും മാറും. അപ്പോൾ ഇതിനകത്ത് പുരുഷനെ സംബന്ധിച്ച് എന്താ ആവശ്യം? സ്പർശന സുഖം അനുഭവിക്കണം, അതിനകത്ത് ഫാൻറ്റസികൾ കാണണം, പങ്കാളിക്ക് രതിമൂർച്ച, നല്ല രതിമൂർച്ച ഉണ്ടാക്കി കൊടുക്കണം. ഇതൊക്കെയാണ് അവൻ്റെ തൃപ്തി. സ്ത്രീകളെ സംബന്ധിച്ചും അങ്ങനെയാണ്. അനിർവചനീയമായ ഒരു രതിമൂർച്ചയാണ് അവരും ആഗ്രഹിക്കുന്നത്. അതുവഴി പങ്കാളിക്കും സുഖം പകർന്നു കൊടുക്കണം, അവരെ കൊണ്ട് പങ്കാളിയും എൻജോയ് ചെയ്യണം. പുരുഷൻ അവരെ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നറിയുമ്പം മനസ്സുകൊണ്ട് സ്ത്രീ എൻജോയ് ചെയ്യുവാണ്. അപ്പോൾ പുരുഷനെ സംബന്ധിച്ച് ഇതിനകത്ത് പ്രധാനപ്പെട്ട ടാസ്ക് എന്താണ്? ലിംഗ ഉദ്ധാരണവും ടൈമിങ്ങും. ഈ രണ്ട് കാര്യങ്ങളാണ് പുരുഷനെ സംബന്ധിച്ച് വേണ്ടത്. ഏതൊരു സ്ത്രീയും പുരുഷനിൽ നിന്നും ഈ രണ്ട് കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് യോനിയിൽ വരുന്ന ലൂബ്രിക്കേഷൻ, അത് കാണുന്നത് പുരുഷൻ ആനന്ദമാണ്. അപ്പോൾ ഈ ട്രിക്കെന്ന് പറയുന്നതുകൊണ്ട് ശരിക്കും ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഈ വീഡിയോ മുഴുവനായിട്ട് കേട്ടെങ്കിലേ മനസ്സിലാകത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സാഹചര്യം കൊണ്ടും നല്ലൊരു കളി കളിക്കാൻ ഒരുങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ മനുഷ്യനും പല മാനസിക പ്രശ്നങ്ങൾ, ശാരീരിക പ്രശ്നങ്ങളിൽ കൂടിയാണല്ലോ കടന്നു പോകുന്നത്. ഇതിനിടയ്ക്കാണ് ഈ ലൈംഗികത വേണ്ടത്. എന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് ആസ്വദിച്ച് സമയമൊക്കെ എടുത്ത് നല്ലൊരു കളി കളിക്കണമെങ്കിൽ ഇന്നർ എനർജി ആവശ്യമാണ്. എന്നുവെച്ചാൽ നല്ല ഊർജ്ജം വേണം, പ്രത്യേകിച്ച് അന്നത്തെ ദിവസം. ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ബന്ധപ്പെടുന്ന കാര്യമല്ല പറഞ്ഞ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, കളിയുള്ള ദിവസം ഇന്നർ എനർജി നമ്മൾ സേവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അന്നത്തെ ദിവസം സങ്കീർണമായ പ്രശ്നങ്ങളൊന്നും നമ്മുടെ ബ്രെയിനിൽ കൊടുക്കരുത്. ചെറിയ ഒരു ട്രിക്ക് പ്രയോഗിച്ച് നിങ്ങളതങ്ങ് മാറ്റണം. എന്നുവെച്ചാൽ നിങ്ങളുടെ മനസ്സ് ഫ്രീ ആക്കാനുള്ള ചില ട്രിക്കുകൾ, മനസ്സിനെ സന്തോഷമാക്കി വെക്കാനുള്ള ട്രിക്കുകൾ നിങ്ങളവിടെ പ്രയോഗിച്ചോണം. അതുപോലെ നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏത് സ്ത്രീയും സുന്ദരിയും സെക്സിയുമാണ് ചില വസ്ത്രത്തിൽ. എന്ന് വെച്ചാൽ ചില പ്രത്യേക ഡ്രസ് കോഡുകൾ പ്രത്യേക അളവിൽ ധരിക്കുമ്പം അത് വളരെ ആകർഷണമായിട്ട് തോന്നും. ഓരോരുത്തർക്കും പാകമാകുന്ന വസ്ത്രം. അതുപോലെ അത് പങ്കാളിയുടെ കാമവും വികാരവും ഒക്കെ വർദ്ധിക്കാൻ, ആ ആകർഷണം കൂട്ടാനായിട്ട് സ്ത്രീ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ പുരുഷൻ പറഞ്ഞ് ആ വസ്ത്രം ഇടിയിപ്പിക്കണം. അപ്പോൾ അതിൽ കൂടി പങ്കാളിയോടുള്ള ആകർഷണം കൂടുകയും അവരെ ചെയ്യാനുമുള്ളൊരു ടെൻഡൻസി കാണിക്കും. അതുപോലെ തന്നെ കുറച്ച് സമയമെടുത്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പുരുഷൻ പതുക്കെ ഉദ്ധരിക്കുന്നതാണ് നല്ലത്. ഈ ചില പുരുഷന്മാർ ഈ കളി തുടങ്ങുമ്പോൾ തന്നെ പൂർണ്ണമായിട്ട് അങ്ങ് ഉദ്ധരിപ്പിക്കാൻ നോക്കും. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല.
എന്ന് വെച്ചാൽ ഫോർപ്ലേയുടെ സമയത്തൊക്കെ തന്നെ ഒരു പകുതി ഉദ്ധരിച്ച് നിൽക്കുന്നതാണ് നല്ലത്. കാരണം ഈ ബന്ധപ്പെടുന്നതിന് മുമ്പ് സ്ത്രീയെ സംബന്ധിച്ച് ഈ ഒരു മൂഡിലോട്ട് വരേണ്ടതായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത്, സ്ത്രീക്ക് നല്ല മൂഡായതിനു ശേഷം പുരുഷൻ അവൻ്റെ ലിംഗത്തെ പൂർണ്ണമായി ഉദ്ധരിപ്പിച്ചാൽ മതി. ആ സമയത്ത് സ്ത്രീ പങ്കാളിക്കും അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ നല്ല മൂഡാവും. അപ്പോൾ ഇതിനകത്ത് ചില ആൾക്കാരെ സംബന്ധിച്ച് പൂർണ്ണമായ ഉദ്ധാരണം, നല്ല ഇറക്ഷൻ വേണമെങ്കിൽ കുറച്ച് ഫാൻറ്റസിയും കൂടെ കാണേണ്ടതായിട്ടുണ്ട്. ചിലവരെ സംബന്ധിച്ച് സ്ത്രീ അതിനകത്ത് നന്നായിട്ട് പിടിച്ചാൽ മാത്രം മതി. അപ്പോൾ ഈ അവസരത്തിൽ ചിന്തകളിൽ കൂടി ചെയ്യുന്ന ചില ട്രിക്കുകൾ ഇവിടെ പുരുഷൻ പ്രയോഗിക്കണം. കാരണം ഉദ്ധരിച്ചാൽ മാത്രം പോരല്ലോ, കുറേ സമയം അങ്ങനെ നിലനിർത്തണം, എങ്കിലേ ആസ്വദിക്കാൻ പറ്റൂ. അതുപോലെ ലിംഗം പൂർണ്ണമായി ഉദ്ധരിച്ചു കഴിഞ്ഞാൽ സെക്സ് പരമായ ചിന്തകൾ, ഫാൻറ്റസികൾ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇനി അങ്ങോട്ട് ഇജാക്കുലേഷനെ നിയന്ത്രിക്കേണ്ടത് പുരുഷൻ്റെ ഒരു ജോലിയാണ്. തന്നെയല്ല, ആ ഉദ്ധാരണം നിലനിർത്താനായിട്ട് യോനിക്കകത്തെ ചൂട് മാത്രം മതി. അതുപോലെ തന്നെ ശീഘ്രസ്ഖലനമുള്ളവരെ സംബന്ധിച്ച് ഈ സമയത്ത് വേണം ചിന്തകൾ മാറ്റിവിടാൻ. അതുപോലെ ഈ സമയത്ത് ചെയ്യുന്ന ബ്രീത്തിങ് പുരുഷനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു ആയുധമാണ്. മൂക്കിൽ കൂടി ശ്വാസമെടുത്ത് ജസ്റ്റ് പെട്ടെന്ന് വായിൽ കൂടി വിട്ടാൽ പ്രഷർ, എന്ന് വെച്ചാൽ ആ കൂടിയ പ്രഷർ ഒന്ന് കുറയും. അഥവാ ഇജാക്കുലേഷൻ നേരത്തെ വരുന്നു എന്ന് തോന്നുന്നെങ്കിൽ അടിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യണം. അതിനുശേഷം ശക്തമായി ശ്വാസം ഉള്ളിലേക്കെടുത്ത് ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് വായിൽ കൂടി വേഗം പുറത്തേക്ക് വിടുക. ഈ സമയം ലിംഗം എങ്ങും ടച്ച് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ ഇടയ്ക്ക് ചെയ്യുന്ന ഈ ബ്രീത്തിങ് എക്സർസൈസ് ഉണ്ടല്ലോ, ഇതിനു വേണ്ടിയാണെന്ന് പങ്കാളി അറിയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ സ്ത്രീക്ക് രതിമൂർച്ച വരുന്നതിനൊരു 10-15 സെക്കൻഡ് മുമ്പ് അവർ കാണിക്കുന്ന ചില റെസ്പോൺസ് ഉണ്ട്. ഇതെന്താണെന്ന് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ ഓരോ പങ്കാളി ഓരോ രീതിയിലായിരിക്കും, മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ പിന്നീടുള്ള ആക്ഷൻസിന് നമുക്ക് തയ്യാറെടുക്കാൻ പറ്റും. അതനുസരിച്ച് അടിക്കുന്നതിൻ്റെ സ്പീഡ് കൂട്ടാൻ പറ്റും. അതുപോലെ മിക്കവാറും സ്ത്രീകളെ സംബന്ധിച്ച് ക്ലിറ്റോറൽ സ്റ്റിമുലേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് മാർഡങ്ങളിൽ കൊടുക്കുന്ന സ്റ്റിമുലേഷനും. അപ്പോൾ ഈ 2 ഭാഗത്തെ സ്റ്റിമുലേഷനും 2 രീതിയിലാണ് സ്ത്രീക്ക് എഫക്റ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ മലയുടെ മുകളിലൊക്കെ നന്നായിട്ട് മഴ പെയ്തെങ്കിലേ കാട്ടിൽ കൂടി ഇങ്ങനെ പൂന്തേനരുവിയൊക്കെ ഒഴുകി വരുത്തുള്ളൂ. അപ്പം ഏകദേശം സ്ത്രീക്ക് രതിമൂർച്ച വന്നതിന് തൊട്ടടുത്ത സമയം തന്നെ പുരുഷനും ഇജാക്കുലേഷൻ വരുത്താൻ പറ്റും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു ലൈംഗികതയ്ക്ക് 4 ഘട്ടങ്ങൾ അത്യാവശ്യമായിട്ട് വേണം. 1, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ശരീരവും മനസ്സും സാഹചര്യവും ഒരുക്കുന്നത്. 2, ഫോർപ്ലേ. 3, പെനിട്രേഷൻ അല്ലെങ്കിൽ പ്രവേശിപ്പിക്കൽ. 4, ഇജാക്കുലേഷൻ അല്ലെങ്കിൽ ഓർഗാസം. അപ്പോൾ ഈ 4 ഘട്ടത്തിലും പ്രയോഗിക്കേണ്ട ട്രിക്കുകൾ എന്തൊക്കെയാണെന്ന് ഒന്ന് അറിഞ്ഞു വെച്ചാൽ അതൊരു ഓട്ടോമാറ്റിക് പ്രോസസ്സിലങ്ങ് നടന്നു പോകും. ഒരുപക്ഷെ ആദ്യം ഒരു 1-2 പ്രാവശ്യം നമുക്കൊരു ഇതുപോലെ തോന്നുവാണെങ്കിൽ പോലും അത് നമ്മുടെ ഒരു പാറ്റേണായിട്ട് അങ്ങ് മാറും. പിന്നെ നമ്മൾ വളരെ ഈസി ആയിട്ട് തോന്നും അത്. അതുപോലെ തന്നെ ഈ അടിക്കുന്ന സമയത്ത് പുരുഷൻ ഒരു റിലാക്സ് പൊസിഷനിൽ വേണം ചെയ്യാൻ. എന്നുവെച്ചാൽ ഈ സമയത്ത് പല കാര്യങ്ങളെ കൺട്രോൾ ചെയ്യേണ്ട പുരുഷനാണ്, പ്രത്യേകിച്ച് ശ്വാസം, ഇജാക്കുലേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് ഓരോരുത്തരുടെ ശരീരത്തിൻ്റെ രീതിക്കനുസരിച്ച് പൊസിഷൻ വ്യത്യാസപ്പെടും. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.